എന്താ ഈ കോളേജിൽ നടക്കുന്നേ? ഇപ്പൊ കാണുന്നില്ലല്ലോ നേരത്തെ ശൗര്യം. ആൻസർ മീ. എന്താ നിങ്ങളുടെ നാക്ക് പൂച്ച ഒട്ടുമുണ്ടോയോ? പറയില്ല അല്ലേ? എന്നാലേ ഒരു സസ്പെൻഷൻ ഞാൻ മക്കൾക്ക് എഴുതിത്തരാം. അപ്പൊ സന്തോഷമാവുമല്ലോ. അയ്യോ സാർ, അങ്ങനെ ചെയ്യല്ലേ, വീട്ടുകാരറിഞ്ഞ പ്രശ്നം. പ്ലീസ്. അച്ചോടാ, ആണോ? എന്നാ അറിയട്ടെ. അങ്ങനെയെങ്കിലും നിങ്ങളെ നെകളിപ്പൊന്ന് തീരുമല്ലോ. എത്ര വട്ടം വാണിംഗ് തന്നതാ എന്ന് ഓർമ്മയുണ്ടത്? 3 വട്ടം. ഇനി നിർത്താറായില്ലേ? ഈ സസ്പെൻഷൻ കഴിഞ്ഞിട്ടും ഇതിനൊരു തീരുമാനമായില്ലേ? നേരെ ഒരു ഡിസ്മിസൽ എഴുതി തരും. നോ എക്സ്ക്യൂസസ് വിൽ ബി ടേക്കൻ. അണ്ടർസ്റ്റുഡ്? യെസ്. പൊക്കോ. And Jitin, stay here. I need explanations. ആ ചെറ്റ ജയിക്ക കാരണം ഈ പോമന്റെ സസ്പെൻഷൻ കിട്ടി. എന്തവസ്ഥയാടാ. അവനെ മാത്രം അങ്ങ് പുഞ്ഞാടിക്കും പരാറി. ഇനി അവര് തമ്മിൽ വല്ല സെറ്റപ്പും ഉണ്ടോ ആർക്കറിയാം. അല്ലടാ, പ്രിൻസിക്കൊരു സ്പൗസ് ഉള്ളതാ. ഈ JK മൈരൻ ഏതോ റിച്ച് ടീമിന്റെ ആളാ. അതിന്റെ പ്രസരിപ്പ. നല്ല ഡൊണേഷൻസ് കിട്ടുന്നുണ്ടാവും. ചേറ്റ. ഇനി പറഞ്ഞിട്ടെന്താ, എന്തായാലും മുമ്പി ഈ 2 ആഴ്ചത്തേക്ക് ഈ പരിസരത്തേക്ക് വരണ്ട. നമുക്ക് പോവാം. ബാ. നീ ആയിട്ട് എന്തെങ്കിലും പറ. എന്തോ സംഭവിച്ച? ആ പോയവര് അല്ല, എല്ലാരും നിനക്ക് നല്ല ക്യാഷുള്ളത് കൊണ്ട് എങ്ങനെ ഞാൻ കണ്ണും പൂട്ടിയിരിക്കുന്നതെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. ഞാൻ കെയറൊന്നും ചെയ്യുന്നില്ല. എനിക്ക് നിന്നെ നല്ലോണം അറിയാം. എന്തായാലും നിന്റെ അമ്മ എന്റെ നല്ല സുഹൃത്തായിരുന്നല്ലോ. എനിക്ക് നിന്റെ ഭർത്താവ് തേജസ് ആണെന്നും അറിയാം. പക്ഷെ ഇതൊന്നും കൊണ്ടല്ല ഞാൻ നിന്നെ സഹായിക്കുന്നത്. ബിക്കോസ് നീ ഒരിക്കലും അൺഎത്തിക്കലായിട്ട് റിയാക്ട് ചെയ്യാറില്ല. എനിക്ക് എപ്പോഴും നല്ലൊരു റീസൺ ഉള്ളത് കൊണ്ട് അറൈസ് ആവുന്ന ഫൈറ്റ്സ് ആണെന്ന് എനിക്കറിയാം. സോ കേട്ട് എക്സ്പ്ലെയിൻ. എന്ത് ചെയ്യാനാ സാർ, ഇവന്മാര് ഒരു പെണ്ണിനെ വെറുതെ ചൊറിയാൻ നിന്ന്. സോ ഞാൻ ഇവന്മാരോട് നിർത്താൻ പറഞ്ഞു. കേട്ടില്ല. സാർ എടാ നിക്കേ, നീ പോയി ഒരു ചായ സമോസയും പറ. എന്താ മോനെ, പ്രിൻസിപ്പാളുമായുള്ള കളി കഴിഞ്ഞോ? എടാ JK വേണ്ട. എന്റെ പൊന്നിനിസേ, നിനക്ക് എന്തുവാ വേണ്ടേ? അല്ലേലേ എന്റെ ചെക്കൻ അത്ര നല്ല മൂടിലൊന്നുമല്ല. എനിക്ക് നിന്നോടൊന്നുമല്ല സംസാരിക്കണ്ടേ. ഇവൻ ജിതിൻ കൃഷ്ണനോടാ പറയാനുള്ള. എനിക്കും ഇന്ന് അടുക്കള മൂടില്ല. പക്ഷെ ന്യൂസ് ഉണ്ട്. നെക്സ്റ്റ് വീക്ക് ഇന്റർ കോളേജ് അത്ലറ്റിക് മീറ്റ് നടക്കുക. പല കോളേജും ഇൻക്ലൂഡിങ് അവർ കോളേജ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മാരത്തോൺ കോമ്പറ്റീഷനും അതിലുണ്ട്. പക്ഷേ ഞാൻ മാരത്തോൺ പാർട്ടിസിപ്പന്റ് ലിസ്റ്റിൽ നോക്കിയപ്പോ നമ്മുടെ കോളേജിന്റെ ഏജ് റണ്ണറായ മിസ്റ്റർ ജിതിൻ കൃഷ്ണ AKA JK പുള്ളിക്കാരനെ കണ്ടില്ല. അല്ല, നമ്മളുടെ ആൾക്കെന്ത് പറ്റി? പേടിയായിട്ടാണോ? നമുക്ക് പോവാം. അടുത്ത ക്ലാസ് ഉറങ്ങാറായി. എനിക്കറിയാം എന്തുകൊണ്ടാണെന്ന്. ലൂസറായോണ്ട്. എന്റെ ജീവിതമേ ഒരു തോൽവിയാണല്ലോ. പൊന്നാര മോളെ, പെണ്ണായോണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. ഈ JKക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. മനസ്സിലായോ? നിനക്ക് എന്താ വേണ്ടേ? ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്നെ ജയിപ്പിക്കാനൊന്നും അല്ല മോളുടെ ഉദ്ദേശം. എനിക്ക് നല്ലോണം അറിയാം. എന്താ മോള് പറഞ്ഞാട്ടെ, വാട്ട്സ് ദ ക്യാച്ച്? നീ മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിക്കണം. Which is impossible because 3 state players ആണ് ഇതിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. എനിവേ, നീ തോറ്റാൽ ഞാൻ പറയുന്ന 3 കണ്ടീഷൻസിലെ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. പാവല്ലേ? ചിലക്കാണ്ട് കണ്ടീഷൻസ് പറ. പ്രിൻസിയുടെ റൂമിൽ 2 hours ലോക്ക്ഡപ്പായി ഇരിക്കണം. അതെന്താടാ അങ്ങനെ? അവൻ ഓൾറെഡി പ്രിൻസിയുമായി നല്ല ചീത്ത പേരുണ്ട്, അതുകൊണ്ടാ. എന്റെ സ്ലീവായി 1 ആഴ്ചയോളം നിൽക്കണം.
3. നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ നടുക്ക് നിന്ന് ഒച്ചത്തില് ഐ ലവ് യു തേജസ് വംശി ഇന്ദ്ര എന്ന് 10 വട്ടം ചൊല്ലണം. ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനാണ് നീ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ധൈര്യമുണ്ടേ നീ കംപ്ലീറ്റ് ചെയ്യും. നീ ഒരാളാണെന്ന് തെളിയിക്കും. അതെന്താണ് എനിക്ക് സ്പെസിഫിക്കലി തേജസ് ഇന്ദ്രയുടെ പേര് പറയണേ? ആ നാളിൽ നടന്ന പ്രശ്നം ഇവൾ അറിഞ്ഞിട്ടുണ്ടോ? അത്യാവശ്യ കോളേജിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഓ കാലമാടത്തി. കോമ്പറ്റീഷൻ കഴിയട്ടെ, തോറ്റാൽ അന്നേരം ഞാൻ ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ തീരുമാനിക്കും. പൊക്കോ. എടാ, തേർഡ് ഓപ്ഷൻ അല്ലേ നല്ലത്? അതാവുമ്പം നമ്മുടെ കോളേജ് സ്റ്റുഡൻസ് മാത്രം ഉണ്ടാവും. ബാക്കിയുള്ളവർ നിനക്ക് അയാളോട് വല്ല ക്രഷ് ഉണ്ടെന്ന് വിചാരിക്കും. ബെറ്റർ ദാൻ ദി പ്രിൻസിപ്പൽ. അയാളെ വലിച്ചു വെക്കണ്ട. സെക്കൻഡ് പിന്നെ നീ ചത്താലും എടുക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനും ലിസയായി എന്താ പ്രശ്നം നീ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ, അതെന്താ? നിനക്ക് തോന്നുമ്പോ നീ തന്നെ വന്ന് പറയും. അതിന്റെ ബേസിസിലല്ലല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിൽക്കുന്നത്. അതെനിക്ക് നല്ലോണം അറിയാം. ഇതറിയാണ്ട് ഞാൻ ചാവാനൊന്നും പോണില്ല. ചിലപ്പോ നീ സ്ട്രേറ്റ് ആയ സമയത്ത് നിനക്കുണ്ടോ എക്സ് ആയിരിക്കാം. ഇപ്പൊ നീ എന്നെയും കൂടി ഗേ ആക്കിയല്ലോ. നീ ഒറ്റയൊരാള് കാരണം. അല്ലെങ്കിൽ ഞാൻ പണ്ടേ ആ ലിസപ്പെണ്ണിനെ വളച്ചേന്. എടാ മോനെ വേണ്ട കേട്ടാ. നീ എന്താ ചെയ്യടാ എന്നെ കാണിച്ചു. പൊന്നു ചെക്ക, നിനക്ക് സാധാരണ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോരായിരുന്നു. ഈ കോപ്പ് പറയുന്ന ബെറ്റൊക്കെ എന്തിനാ നീ ആക്സെപ്റ്റ് ചെയ്തേ? ദിസ് ക്യാൻ ബി ഡേഞ്ചറസ്. എടി റോസേ, നീ എന്നാത്തിനാടീ പേടിക്കുന്നേ? ഇവനേ ജയിക്കൂ. എനിക്ക് ഇവനെ വിശ്വാസമുണ്ട്. ഇനി ജയിച്ചില്ലേലും എന്താ, എല്ലാവരുടെ മുമ്പിൽ നിന്ന് ഐ ലവ് യു തേജസ്വി എന്ന് വിളിക്കണം. അത് 2 ആഴ്ച കഴിയുമ്പോ ആൾക്കാർ മറന്നോളൂ. എന്തായാലും നീ തന്നെയാ നമ്മളുടെ ഹീറോ. ജയിക്കുട്ടാ. എനിക്ക് വേറൊരു കാര്യം അറിയാം റോസേ. നീ ഇവന്റെ വീടിന്റെ സ്റ്റഡി റൂം പോണം. അവിടുത്തെ ട്രോഫികളുടെ എണ്ണം നീ കണ്ടിട്ടുണ്ടോ? ആടാ, എനിക്ക് തന്നെ വിശ്വാസമൊക്കെ ഉണ്ട്. എന്നെ ഇങ്ങനെ വേണ്ടാത്ത മോട്ടിവേഷൻ കയറ്റാൻ നിൽക്കണ്ട. എന്നാ ഞാൻ ഗപ്പടിക്കാൻ പോട്ടെ ബേബി. On your mark, get set, go. ഡിസൈൻ എങ്ങനെയുണ്ട് സർ? ജേഴ്സി ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. ആ മാരത്തോൺ പാർട്ടിസിപ്പൻസിനെ തന്നെ നോക്ക്. ആ മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആയിട്ടാ എനിക്ക് തോന്നുന്നു. എനിക്ക് ഹാറ്റ്സ് ആൻഡ് ബാഗ്സ് ആണ് ഇഷ്ടമായത്. എക്കോ ഫ്രണ്ട്ലി. അല്ലേലും എപ്പോ കാലത്താണേലും വീട്ടിൽ ഗുഡ്സിന്റെ പ്രോഡക്ട്സ് അതിന്റെ ക്വാളിറ്റിക്ക് ഒരു മാറ്റവും ഇല്ല. അല്ലേ സർ? സർ സർ ആരെങ്കിലും നോക്കുന്നേ? ആ പയ്യൻ അവനാരാ? ആ ലീഡ് ചെയ്യുന്ന പയ്യനാണ് ജിതൻ കൃഷ്ണ. ഈ കോളേജിലെ വലിയ ഓട്ടക്കാരനാണ്. ജിതിൻ കൃഷ്ണ. അവനെ രക്ഷിക്കണോ വേണ്ടയോ ചെക്ക് എന്ന് വിചാരിക്കുക. പോട്ടെ. എടോ, തൻ്റെ കൈതാ. ഡോക്ടർ വരുന്നവരെ നമുക്കിവിടെ ഇരിക്കാം. അയ്യോ എടാ ജെകെ വേണ്ട, നീ പോ. നിനക്ക് നിന്റെ റേസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാ. നിനക്കിപ്പോ ഫസ്റ്റ് കിട്ടാൻ പോകുന്നേ. നീ പോ, കംപ്ലീറ്റ് ചെയ്യും. ചേക്ക ഒരുമിച്ചെങ്കിലും ഒരുമിച്ച് വാ. ഇനി ഒരു 100 മീറ്ററും കൂടിയേ ഉള്ളൂ, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. വാ. നീ ഓക്കെ അല്ലേ? നീ എന്നെ നോക്കണ്ട, നീ പോയി ഓട്. പോ, ചെല്ല്. മുഖ്യം വീണ്ടും
അവൻ ചെറുക്കന്മാരെ മറക്കും, പ്രശ്നം ചെയ്യുന്നു. നമ്മുടെ വിജയ്ക്കുള്ള സമ്മാനം അണിയിക്കുന്നത് മിസ്റ്റർ തേജസ് വംശി ഇന്ദ്ര അവറുകളാണ്. അദ്ദേഹം തന്നെയാണ് ഈ ഇന്റർ കോളേജ് മീറ്റ് സ്പോൺസർ ചെയ്തതും. ഓ തേജസിന്ദ്ര എവിടെ ചെന്നാലും ഈ നാറിയുടെ പേരാണല്ലോ ഞാൻ കേൾക്കുന്നെന്റെ ദൈവമേ. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ജയിക്ക്. തേജസ് നീയും തമ്മിൽ എന്തോ പ്രത്യേക കണക്ഷനുണ്ട്. ശരിക്കും നീ എവിടെ പോയാലും അയാൾ അവിടെ ഉണ്ടാവും. കണ്ടോ, ഇപ്പോഴും അയാൾ തന്നെ. പ്രത്യേക കണക്ഷൻ ശരിയാ ഉണ്ട്. നിയമപരമായി കണക്റ്റഡ് ഒക്കെ തന്നെയാ. എനിക്ക് പേടിയാവുന്നു. ഇവിടെയും വല്ല പുകഴും നടക്കുമോ എന്തോ. അവർ ഇതുവരെ നന്നായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഈ 3rd പൊസിഷൻ വരെ ആർക്കിനും വിട്ടുകൊടുത്താലോ? അങ്ങനെയെങ്കിലും എനിക്ക് ആ വേട്ടാവളി എന്നെ ഫേസ് ചെയ്യണ്ടല്ലോ. നിന്റെ ഒരു യോഗം നോക്കിയേ, എനിക്ക് ജലസ് അടിക്കണം. എത്ര വട്ടം നീ അയാളെ നേരിട്ട് മീറ്റ് ചെയ്തു. അങ്ങനെയാണേ അങ്ങനെ, നീ എന്നാ 3rd പൊസിഷൻ എടുത്തോ. എടാ മരമാക്രി, ഞാൻ അന്ന് റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വൈ ഗോഡ് വൈ മീ? ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. സിഇഒ ആണ് പോലും. സിഇഒ ഒക്കെ എന്താ ഈ അത്ലറ്റിക് മീറ്റിലെ കാര്യമോ? എടാ പൊട്ട, നിന്റെ ജേഴ്സിയും ഷൂസും എല്ലാം നോക്ക്, അതെല്ലാം പുള്ളിയുടെ സ്പോൺസർഷിപ്പാ. മാരത്തോൺ വിജയികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെല്ലാവരും പോഡിയത്തിലേക്ക് എത്തേണ്ടതാണ്. സമ്മാനദാനം ചെയ്യുന്നത് മിസ്റ്റർ തേജസ് വംശി ഇന്ദ്ര. Third prize goes to Mr. Jitin Krishna. Congratulations, Mr. Jitin. ഹാൻഡ് ഷേക്ക് കൊടുക്കണം. കൊടുത്തേക്കാം. You're so brave to assume that ഞാൻ നിനക്ക് ഹാൻഡ് ഷേക്ക് തരുന്നല്ലേ. ഈ വൃത്തികെട്ട കൈകള് എനിക്ക് ഹാൻഡ് ഷേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വൃത്തികെട്ട കൈയല്ലേ? ഈ മൈരനും ഞാനും മാത്രമായിരുന്നേലും ഇപ്പോൾ കോർട്ടിലേക്ക് വലിച്ചഴിച്ച് ഞാൻ ഡിവോഴ്സ് വാങ്ങിപ്പിച്ചത്. എന്നിട്ട് തല്ലിക്കൊന്നേനെ പൊട്ടി. ഓ പണ്ടാരം വന്നു. ഇനി ഓണല്ലോ ദൈവമേ. പിന്നെ പറയുന്നത് ആ പരനാറി കേട്ട് കൺഫ്യൂസ് ചെയ്തെന്ന് വിചാരിക്കട്ടെ. നമുക്ക് കാണാനോ ഇങ്ങനെ ഇരിക്കുന്നു. നല്ല ദേഷ്യത്തിലാവും. അതാണല്ലോ എനിക്ക് വേണ്ടത്. ഭഗവാനെ ആരെയും കാണുന്നില്ലല്ലോ. തുടങ്ങിയേക്കാം. ഐ ലവ് യു തേജസ് വംശീന്ദ്ര. 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 മതിയോ മോളെ ലിസക്കുട്ടി? അയ്യോ അയ്യോ, അവളും പോയി, അവളുടെ വെറ്റും പോയി, എല്ലാം പോയി. ഈ കാലമാടനും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ നാളെ തന്നെ ഇവനെ കോളേജിൽ നിന്ന് പുറത്താക്കണം. എന്തായിരുന്നു ആ നാടകം ചിത്തു? നിനക്കറിയോ അയാൾ ഇവിടെ എന്തുകൊണ്ടാ വന്നേന്ന്? എനിക്കറിയോ, നിങ്ങൾ തന്നെ പറ. ബസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബോസിന് എന്താ ആ ചെറുക്കനോട് ഇത്ര ദേഷ്യം? കാരണം അവൻ അൺകൾച്ചേർഡ് എക്സ്ട്രാ മോഡേൺ തെമ്മാടി ആയതുകൊണ്ട്. ബട്ട് സർ, അവൻ മാത്രമല്ലല്ലോ ഇങ്ങനെയുള്ളത്. അവനെ പോലത്തെ കുറെ എണ്ണം ഇല്ലേ? ബട്ട് എന്തുകൊണ്ട് അവനെ മാത്രം ഫോക്കസ് ചെയ്യുന്നേ? എക്സാക്ട്ലി, മെജോറിറ്റി പിള്ളേരും ഇങ്ങനെയാ. പക്ഷെ അവരിൽ ഈ തെണ്ടി മാത്രമാണ് എന്റെ ഫസ്റ്റ് കിസ് കൊണ്ടുപോയത്. അറിയോ? ഫസ്റ്റ് കിസ്സോ? അയ്യോ, ഫസ്റ്റ് കിസ്സോ? അതെ, ഫസ്റ്റ് കിസ്. നിനക്കറിയോ, ഞാൻ ഇതുവരെ ഒരു റിലേഷൻഷിപ്സിലും ആയിട്ടില്ല. നോട്ട് ഈവൻ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ട്. യെസ്, എനിക്ക് കുറെ വൺ നൈറ്റ് സ്റ്റാൻഡ്സ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് അവര് ആരെയും ഞാൻ കിസ് ചെയ്തിട്ടില്ല, ആരും എന്നെയും ചെയ്തിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാനും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ടും ഞാൻ കെട്ടി.
പക്ഷെ പിറ്റേ ദിവസം തന്നെ എന്റെ ഭർത്താവ് എനിക്ക് നോട്ട് എഴുതിയിരിക്കുന്നു, അവനെ കല്യാണം വേണ്ട എന്ന്. ഞാനവനെ നേരെ കണ്ടുപോലുമില്ല. അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ കാണണം എന്ന് തോന്നുമ്പോൾ മാത്രം അവനവന്റെ ഐഡന്റിറ്റി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാനിരുന്നു. പക്ഷെ മെല്ലെ മെല്ലെ അവനോടുള്ള സോഫ്റ്റ് കോൺട്രി എനിക്ക് കൂടി വന്നു. എന്റെ ഫസ്റ്റ് ലവും എന്റെ ഫസ്റ്റ് കിസ്സും എല്ലാം അവനാവണമെന്ന് തോന്നി. എല്ലാ ഫസ്റ്റും അവന്റെ കൂടെ ഒരുമിച്ച്. ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. പക്ഷെ എന്റെ വർക്കിനെ ഒഴിച്ച് ഒരാളുടെ കൂടെ ലൈഫ് സെറ്റിൽ ആകണമെന്ന് തോന്നിപ്പിച്ചത് എന്റെ ഭർത്താവാണ്. പക്ഷെ പല ചെറുക്കനാ തോന്നുന്നു. ബോസിനറിയോ, സാറിന്റെ ഹസ്ബൻഡ് അതേ പ്രായമാ ഈ ചെറുക്കനും ഉള്ളു. അതിന് എനിക്കെന്താ, എന്റെ ഓനുമായിട്ട് ആ തെണ്ടിയെ കമ്പയർ ചെയ്യണ്ട. അത് മാത്രല്ല, ബോസിന്റെ ഹസ്ബൻഡ് പഠിക്കുന്ന അതേ കോളേജിലാണ് ആ ചെറുക്കനും പഠിക്കുന്നത്. അങ്കിൾ സുഖാണോ? ആ സുഖം തന്നെ മോനെ. അവസാനം നീ വന്നല്ലോ. ഞാൻ ഡിസപ്പോയിന്റഡ് ആണ് മോനെ. ആ കുട്ടിയെ നീ ഒറ്റക്കാക്കിയിട്ട് പോയല്ലോ. അവൻ എത്ര അനുഭവിച്ചെന്നറിയോ? പക്ഷെ അവൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചതല്ലേ ഇത്. അവൻ ഞാൻ അടുത്ത് വേണ്ടെന്നല്ലേ പറഞ്ഞ്. രാജ്യം വിടാനാണോ ആ ചെറുക്കൻ പറഞ്ഞത്? അത് 2 കൊല്ലത്തേക്ക്? എനിക്കറിയാം അങ്കിൾ, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ഇരിക്കു മോനെ, എനിക്കറിയാം നീ എന്താ ഇവിടെ വന്നേന്ന്. അതെ, അവന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? നല്ല ബുദ്ധിയുള്ള പയ്യനാ. പക്ഷെ പറഞ്ഞിട്ടെന്താ, അവൻ പഠിക്കത്തില്ല. ഒട്ടും എഫോർട്ട് ഇടാതെ അവൻ പാസ്സാവുന്നുണ്ട്. അഥവാ എഫോർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര നല്ല മാർക്സ് അവൻ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ആരും എന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞില്ല. അവൻ ഇങ്ങനെ കെയർലെസ് ആവാൻ പറ്റുന്നത്? എന്റെ അറിവിൽ അവൻ അംബീഷ്യസ് ആയിരുന്നു, അവന് കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെന്ത് പറ്റി? പഠിക്കുന്നതിന് പകരം അവനെന്താ ചെയ്യുന്നേ? ആരെങ്കിലും അറിയിക്കണേ നിന്നെ വിളിച്ചാൽ കിട്ടണ്ടേ? കല്യാണം എല്ലാം പോട്ടെ, നീ അവന്റെ ഗാർഡിയനായിരുന്നു. അവന്റെ കൂടെ നിന്ന് ഗാർഡ് ചെയ്യുമായിരുന്നു നീ വേണ്ടിയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര നന്നായനെ. എല്ലാം വൈകിപ്പോ. ഇനി എന്ത് ചെയ്യാനാ? വൈകാനോ? നിങ്ങളെന്താ അങ്ങനെ പറയുന്നേ? അവൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഇൻഡിപെൻഡന്റ് ആവാൻ. അവന് നിന്റെ കാശിന്റെ കീഴിൽ കഴിയണ്ട പോലും. ഞാൻ കുറെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കി, എന്ത് ചെയ്യാനാ? ഡ്രോപ്പ് ഔട്ടോ? പേടിക്കണ്ട, നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ഞാൻ അവന്റെ ഭാവിയുമായി കളിക്കാൻ സമ്മതിക്കില്ല. ഞാൻ 2 കൊല്ലം മുമ്പ് കൊടുത്ത പ്രോമിസ് ആണത്. അവൻ എന്റെ റെസ്പോൺസിബിലിറ്റിയാ. അവൻ എന്നെ ഇംപ്രഷൻ ടോപ്പറാക്കും. നിനക്ക് ബോധമില്ലേ കുഞ്ഞെ? അവൻ ഈ മുഴുവൻ കൊല്ലം ഇങ്ങനെ ഉഴപ്പി നടന്നു. ഇനി കുറച്ച് മാസമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ ഇമ്പോസിബിൾ ആയ കാര്യത്തെ പ്രോമിസ് ചെയ്യല്ലേ. എല്ലാം ഞാൻ പോസിബിൾ ആക്കും അങ്കിൾ, ട്രസ്റ്റ് മീ. ഞാനൊരു തെറ്റ് ചെയ്തു, അത് തിരുത്താൻ സമയം. അവൻ ഇപ്പോഴും കുഞ്ഞാ, അത് ഞാൻ മനസ്സിലാക്കിയില്ല. ഇനി എനിക്ക് മാറിപ്പോകില്ല. പക്ഷെ നിങ്ങളുടെ സഹായം ഇനി വേണം അങ്കിൾ. എന്താ മോനെ പറ. അവന് വേണ്ടി നീ നല്ലതേ വിചാരിക്കും. ഞാൻ സഹായിക്കാം. എനിക്ക് അവന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരൂ. ഞാൻ ആരോട് ചോദിച്ചാലും ടോപ്പിക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. തേജു, അത് നീയായിട്ട് തന്നെ കണ്ടുപിടിക്കണം മോനെ. കാരണം നിന്റെ കുരുത്തം കെട്ട ചെക്കൻ ഞങ്ങളെല്ലാവരെയും ലക്ഷ്മണ രേഖയ്ക്കുള്ളിലാക്കിയിട്ടുള്ള. അവൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവനെ കുറിച്ചുള്ള ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും ആർക്കും കൊടുക്കരുതെന്ന്. എനിക്കറിയാം ചൈൽഡിഷ് ആണെന്ന്, പക്ഷെ അവൻ അങ്ങനെയാണ്. അവന്റെ വിചാരം അവൻ വലുതായി വലിയ ആരോ ആയെന്നാണ്. പക്ഷെ ഇപ്പോഴും കുട്ടിത്തം വിട്ടുമാറാത്തൊരു കുഞ്ഞാ അവൻ. ഞാൻ പറഞ്ഞേക്കാം, നീ ഇതൊരു ഗെയിമായിട്ട് കൺസിഡർ ചെയ്യും. നീ തന്നെ നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കും. അവന്റെ ആഗ്രഹം ഞാൻ അവന് വേണ്ടി അനുഭവിക്കണം, അവന് വേണ്ടി പണിയെടുക്കണം, അവന് ഞാൻ തന്നെ കണ്ടുപിടിക്കണം. കുട്ടിത്തെ
പിരിഞ്ഞും പോയിട്ടില്ല അവന്. ശരി, എന്റെ മുത്തിന് ഞാൻ തന്നെ തപ്പിയെടുത്തോളൂ. അവന്റെ ഫുൾ നെയിം എന്തായിരുന്നു? ജിതിൻ കൃഷ്ണ. ജിതിൻ കൃഷ്ണ. എവിടെയോ കേട്ട പേര് പോലിട്ടല്ലോ. അപ്പൊ ശരി അങ്കിൾ, നിങ്ങൾ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, അത് മതി. നേതിക്കേട്ടനും എനിക്കും ഇത്ര പോലും പറഞ്ഞു തന്നിട്ടില്ല. എന്താ ഞാൻ പോട്ടെ? ഓൾ ദി ബെസ്റ്റ് മോനെ. ഇന്ന് നിനക്ക് അവനെ നല്ല വഴി കൊണ്ടുവരാൻ പറ്റൂ. സോ ഓദർ ഈസ് ഹിയർ ടു ഇൻട്രപ്റ്റ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിലുള്ള കുക്കീനെ നന്നാക്കുന്ന കാര്യമൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, കുക്കീനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു സീനായിരുന്നു, പക്ഷെ കാര്യങ്ങളൊന്നും കുക്കീനോട് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സ്റ്റഡീസിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലേ നമ്മുടെ പാവം ഹോബി പ്രിൻസി പെട്ടു. പിന്നെ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പം കണ്ടതാണ് ഹോബിയുടെ ഫ്രൻസിയുടെ വോയിസ് കുറച്ച് ലാഗുള്ള വോയിസാണ്. ഒരു ഓൾഡ് മാൻ്റെ വോയിസ് പോലെയുണ്ട്. ആക്ച്വലി ഹോബി ഓൾഡ് മാൻ ആണ്, കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജെകെയുടെ അമ്മയുടെ സുഹൃത്താണ്. സോ അത് അനുസരിച്ചിട്ടുള്ളൊരു ലാഗാണ്. സോ സഹകരിച്ചതിന് നന്ദി. മിക്കവാറും സ്പീഡിലടിച്ചിട്ടുണ്ടാവും, ഒരു കുഴപ്പമില്ല, സന്തോഷം. അപ്പം ലെറ്റ്സ് കണ്ടിന്യൂ. ബോസ്, നിങ്ങൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് മേനോൻ്റെ ആനിവേഴ്സറി പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യണം. അത് നാളെയാണ് നടക്കുന്നത്. ആ പാർട്ടിക്ക് ഒരു +1 വേണ്ടി വരും. അപ്പോൾ മിസ് യുവിനെ ഞാൻ വിളിക്കട്ടെ? നീ 10 മിനിറ്റ് നിൽക്കുക, ഞാൻ എൻ്റെ മുത്തിനോട് ചോദിക്കട്ടെ. എന്നിട്ട് പറ്റിയില്ലേ ആ പെണ്ണിനെ വിളിക്കാം. ഓക്കെ ബോസ്. നേതിക്കേട്ടനെ വിളിച്ച് അവരെ കൊണ്ട് കൺവിൻസ് ചെയ്താലോ? അല്ലേ വേണ്ട, ഞാൻ തന്നെ ചോദിക്കാം. ശരിയാണല്ലോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ മുൾമുനയിൽ നിർത്തിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം, അതുകൊണ്ട് ഞാൻ നിർത്തിയതാണേ. എന്തിനും വേണ്ട ബാക്കി എപ്പിസോഡ്സിനും. അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ദ 100 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര കിട്ടുമെന്ന്. താങ്ക് യു ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട്. ബൈ ബൈ ഗൈസ്, ലവ് യു, ആമീസ്.